കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണയും നവീനും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. കൃഷ്ണക്ക് നവീൻ ഭക്ഷണമൊക്കെ വാരി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് കൃഷ്ണക്ക് വല്ലാത്ത ചുമ വരികയും ചുമച്ച് രക്തം ഛർദ്ദിക്കുകയും ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ ഈ കാഴ്ച കാണുന്നതും നവീൻ ടെൻഷനാകുക. കഥ എന്താ പറ്റിയത്? അന്നേരം കൃഷ്ണയാണെങ്കിൽ വായിൽ നിന്ന് വീണ്ടും ചോര ഛർദ്ദിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുക. ഇത് കാണുന്നതും ടെൻഷനായ നവീൻ മുത്തശ്ശീനെ അമ്മേനെയൊക്കെ വിളിക്കുവാണ് കേട്ടോ. അങ്ങനെ ഈ കാഴ്ച കണ്ട് ഓടി വരുന്ന മുത്തശ്ശി ഇത് കണ്ട് ചങ്ക് പൊട്ടി നിൽക്കുവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മുത്തശ്ശി സ്വപ്നത്തിൽ നിന്ന് എണീക്കുമായിരുന്നു. കൃഷ്ണക്ക് അപകടം പറ്റുന്നതായിട്ട് മുത്തശ്ശി ഒരു സ്വപ്നം കണ്ടതാണ് കേട്ടോ. ഈ സമയം സ്വപ്നം കണ്ടതിൻ്റെ ആ ഒരു ഷോക്കിൽ മുത്തശ്ശി അപ്പം തന്നെ റൂമിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി കൃഷ്ണയെ തിരയുവാണ്. അങ്ങനെ നോക്കുമ്പോഴേക്കും അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് നവീനും കൃഷ്ണയും സന്തോഷത്തോടു കൂടി സംസാരിച്ച് നിൽക്കുന്നത് മുത്തശ്ശി കാണുവാണ് കേട്ടോ. അത് കാണുമ്പോഴാണ് മുത്തശ്ശിക്ക് ആശ്വാസമാവുന്നത്. എന്നാലും ഭഗവാനെ, എന്തുകൊണ്ടായിരിക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു സ്വപ്നം നീ കാണിച്ചത്? ഇതിൽ എന്തോ ഒരു ദുസൂചന ഉണ്ടല്ലോ. ഈശ്വര, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ദോഷം വരുമോ എന്നും പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ ആകെ ടെൻഷനാകുവാണ്. പിന്നീട് കാണിക്കുന്നത് തങ്കത്തെ കെട്ടിപ്പിടിച്ച് ഗാഥ ഇങ്ങനെ കിടന്നുറങ്ങുന്നതാണ് കേട്ടോ. ഈ സമയം ഗാഥ ഉറങ്ങിയത് കാണുന്നതും തങ്കം പതിയെ ഗാഥയുടെ കൈയെടുത്ത് മാറ്റി അവിടെ നിന്ന് എണീക്കാൻ തുടങ്ങുമായിരിക്കും. എന്നാൽ തങ്കത്തിനെ ഗാഥ വിടുന്നില്ല. മമ്മി എൻ്റെ അടുത്തുനിന്ന് പോവല്ലേ, മമ്മി കൂടെ ഉണ്ടെങ്കിൽ എന്നെ ഒരു നാഗോ ഒന്നും ചെയ്യില്ല, മമ്മിയെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് മുറുകെ പിടിക്കുവാണ്. അന്നേരം തങ്കം ഗാഥയെ ചേർത്ത് പിടിച്ച് അരികിൽ തന്നെ കിടക്കുക. ആളൊരു പഞ്ചപാവം തന്നെയാ. സിത്താര മേഡം ഒരു അഹങ്കാരിയായിട്ട് മോളെ വളർത്തി. അതുകൊണ്ടെന്താ, കാണുന്ന ആൾക്കാർ സിത്താര മേഡത്തിനേക്കാളും അഹങ്കാരിയാണ് മോളെന്ന് വിചാരിച്ചു. ആള് മനസ്സിലൊരു പാവം തന്നെയാ എന്നും പറഞ്ഞ് ഗാഥയെ ചേർത്ത് പിടിക്കുവാണ്. പിന്നീട് അടുത്ത ദിവസം രാവിലെ തന്നെ മുത്തശ്ശി നേരെ ചെല്ലുന്നത് പൂജാരിയുടെ അരികിലേക്കാണ്. സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം പൂജാരി അറിയിക്കുന്നുണ്ട്. അന്നേരം പൂജാരി പറയണേ, ചിലപ്പോൾ എന്തെങ്കിലും ചില ദോഷങ്ങളും കൂടി കുട്ടിയെ ബാധിച്ചിട്ടുണ്ടാവും. എന്നാണെങ്കിലും ഒരു കാര്യം ചെയ്യൂ, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രശ്നം വെച്ച് നോക്കാം. കുട്ടിയുടെ ജാതകം കൊണ്ടുവരൂ, നമുക്ക് നോക്കാം. പേടിക്കാനൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു പരിഹാരം ദൈവം കൽപ്പിച്ച് തന്നിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ കൃഷ്ണയുടെ ജാതകമായിട്ട് വരാൻ പറഞ്ഞ് വിടുവാണ്ടോ സരസ്വതി അമ്മേനെ. പിന്നീട് കാണിക്കുന്നത് ഗാഥയുടെ അരികിലേക്ക് വരുന്ന തങ്കത്തിനെയാണ്. ആ മോളെ, എണീറ്റോ? പേടിയൊക്കെ മാറിയോ? ഇല്ല, ഇപ്പോഴും മനസ്സിൽ വല്ലാത്ത ടെൻഷനുണ്ട്. എന്നാലേ പേടിക്കൊന്നും വേണ്ട. അമ്പലത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ നടത്തിയല്ലേ. പിന്നെ ഇന്ന് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നാഗപൂജ നടത്തിയിട്ടുണ്ട്. ഇതെൻ്റെ പ്രസാദോ, തൊട്ട് തരട്ടെ? തന്നോ. അങ്ങനെ തങ്കം തന്നെ അത് ഗാഥയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ പൂജാരിനെ കണ്ടപ്പോൾ പ്രത്യേക കാര്യം കൂടി പറഞ്ഞിരുന്നു. കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ നാഗത്തിനെ ബന്ധിച്ചുകൊണ്ടുള്ള ചരടുണ്ടല്ലോ, അതൊരു കാരണവശാലും കൈ നൂരാൻ പാടില്ല. അത് ഊരിക്കഴിഞ്ഞാൽ അപകടമാകും. സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിച്ചോളാം. എന്നാൽ പിന്നെ ഞാൻ കുട്ടിക്ക് വേണ്ടി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ അത് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിത്തരാം. എനിക്കിപ്പോൾ ഒന്നും വേണ്ട. എന്തോ മനസ്സിലാകെ ഒരു ടെൻഷനാണ്. ഒന്നും കഴിച്ചിറങ്ങില്ല. അങ്ങനെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഇനി പേടിക്കാനൊന്നുമില്ല. ഭഗവാനിൽ പൂർണ്ണമായിട്ട് അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഒരബദ്ധം പറ്റില്ല. ഇങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നാലേ അത് അസുഖത്തെ ക്ഷണിച്ചു വരുത്തുന്നത് പോലെയായിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഗാഥേനെ പട്ടിണി കിട്ടുകഴിഞ്ഞാൽ അത് ഗാഥയുടെ മമ്മി സഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറ. എന്തെങ്കിലും ഇഷ്ടമുള്ള ഉണ്ടാക്കിയാൽ മതി. എന്നാൽ ശരി, ഞാൻ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും വേഗം പോയി ഉണ്ടാക്കി കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് തങ്കം അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഗാഥയാണെങ്കിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭയന്നിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പൂജാരി കൃഷ്ണയുടെ ജാതകമൊക്കെ പരിശോധിച്ചതിന് ശേഷം മുത്തശ്ശിയോട് പറയണേ, കൃഷ്ണയുടെ ജാതകത്തിൽ ചില ദോഷങ്ങളൊക്കെ കാണുന്നുണ്ട്. ദശാസന്ധികൾ മാറി വരുന്നതനുസരിച്ച് പല പുതിയ പ്രശ്നങ്ങളും വരുമല്ലോ. ആ കുട്ടിയുടെ ജീവന് തന്നെയാണ് ആപത്തുള്ളത്. മരണഭയമാണ് കാണാനുള്ളത്. അതേക്കുന്നതും മുത്തശ്ശി ഞെട്ടുക. തിരുമേനി, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നാഗപൂജയെല്ലാം നടത്തിയതിനു ശേഷം എല്ലാ പ്രശ്നങ്ങളും മാറിയെന്നും കുടുംബത്തിലെ നാഗദോഷം തന്നെ മാറിയെന്നുമല്ലേ പറഞ്ഞത്? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത്? അന്നേരം തിരുമേനി പറയണേ, ശരിയാണ്, ആ കുട്ടി നാഗദൈവങ്ങൾ പ്രസാദിച്ച കുട്ടി തന്നെയാണ്. അതിലൂടെ ആ കളരിക്കിലെ നാഗഭയം തന്നെ മാറിയത്. എന്നാൽ ദശാസന്ധികൾ മാറി വരുന്ന സമയത്ത് ഇതുപോലെ പല പുതിയ പരീക്ഷണങ്ങളും നമുക്ക് നേരിടേണ്ടി വരുമല്ലോ. ഇതിനെ അതിജീവിച്ചല്ലേ പറ്റൂ. നാഗപഞ്ചമി ദിവസമാണ് ആ കുട്ടിക്ക് ഏറ്റവും കഠിനമായിട്ടുള്ളത്. അന്നത്തെ ദിവസം അതിജീവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. അല്ലെങ്കിൽ മരണം ഉറപ്പാണ്. തിരുമേനി, ഇതിനൊരു പരിഹാരമില്ലേ? നാഗപഞ്ചമി ദിവസം വ്രതം അനുഷ്ഠിച്ച് നടത്തുന്ന പൂജകൾ, അത് അർദ്ധരാത്രി തുടങ്ങിയ ആ പൂജകൾ അവസാനിപ്പിച്ച് അടുത്ത ദിവസം രാവിലെ നേരം വെളുക്കണം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. ആ കുട്ടിയുടെ ജീവനുള്ള ആ ദോഷം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവും. അതല്ല, നേരം വെളുപ്പിക്കാൻ പറ്റിയില്ലെന്നാണെങ്കിൽ പിന്നെല്ലാം വിധിക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അതേക്കുന്നത് മുത്തശ്ശി ടെൻഷനാകുക. പേടിക്കേണ്ട, എല്ലാം നല്ലതിനായിരിക്കും. ആ കുട്ടിക്ക് അത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
അങ്ങനെ തിരുമേനിയുടെ വാക്കുകളൊക്കെ കേട്ട് മനസ്സ് തകർന്നുകൊണ്ടാണ് കേട്ടോ മുത്തശ്ശി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ അവിടെ മുറ്റത്ത് ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അന്നേരം നവീൻ കൃഷ്ണൻ്റെ അരികിലേക്ക് ചെല്ലുക. എന്നിട്ട് അവിടെ ഇരിക്കുന്നൊരു ഇലകളൊക്കെ പോലുള്ള എന്തോ സാധനം എടുത്ത് കൃഷ്ണയുടെ ബാക്കിൽ വന്ന് കൃഷ്ണയുടെ മുടിയിലൂടെ ഇങ്ങനെ തലോടുവാണ്. അന്നേരം കൃഷ്ണ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക. ഇതാര്? നവീനോ? നവീന് ഓഫീസിലൊന്നും പോകണ്ടേ? കുറച്ച് ദിവസമായാലും ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ആ, താനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഹാപ്പി ആയിട്ടുള്ളപ്പോൾ ഞാനും കൂടെ ഇരിക്കണ്ടേ? ഞാനും തന്നെ സഹായിക്കാം. നമുക്ക് ഒരുമിച്ച് ചെടിയൊക്കെ നനക്കാം. അങ്ങനെ ഒരുമിച്ച് ചെയ്യാനും മാത്രം ജോലികളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നവീൻ വേണമെങ്കിൽ ചെടി നനച്ചോ, ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ അതിലെന്താ ഒരു രസമുള്ളത്? നമുക്കിത് ഇങ്ങനെ ഒരുമിച്ച് ചെടികളൊക്കെ നനക്കാം എന്ന് പറഞ്ഞ് കൃഷ്ണയുടെ കയ്യിലും പിടിച്ച് നവീൻ ഇവിടെ ചെടികളൊക്കെ സന്തോഷത്തോടെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നത് മുത്തശ്ശി സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുക. ഭഗവാനെ, നവീനും കൃഷ്ണയുടെയും ജീവിതത്തിലെ ഈ സന്തോഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകുവാണല്ലോ. കുട്ടികളെ കാത്ത് വലിയൊരു ആപത്ത് തന്നെയാണ് ഉള്ളത്. ഇതിൽ നിന്നും എങ്ങനെ എൻ്റെ മക്കളെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുവാണ്. അത് കേട്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് വരുമായിരിക്കും സുമിത്ര. അമ്മ ഇപ്പം എന്താ പറഞ്ഞത്? നവീനും ഗാഥയ്ക്കും എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ പറഞ്ഞത്? ഗാഥമ്മയുടെ ജീവനി എന്തോ ആപത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ അതിനർത്ഥം? ഇതേസമയം നിർമ്മലയും കീർത്തിയും അതുവഴി പോകുമായിരിക്കും കേട്ടോ. അപ്പോഴായിരിക്കും മുത്തശ്ശി കൃഷ്ണയുടെ ജാതകത്തിൽ ദശാസന്ധികൾ മാറി വന്നത് കാരണമുള്ള ആ മരണഭയത്തെക്കുറിച്ച് പറയുന്നത്. നാഗപഞ്ചമി ദിവസത്തെ പൂജകൾ പൂർത്തിയാക്കാൻ കൃഷ്ണയെ കൊണ്ടായില്ലെങ്കിൽ അവൾക്ക് മരണം തന്നെ ഉറപ്പാണെന്ന് സുമിത്രയോട് പറയുവാണ്. അത് കേൾക്കുന്നത് സുമിത്ര ഞെട്ടിപ്പോകുക. എന്താ അമ്മയെ കേൾക്കുന്നത്? എല്ലാ പൂജകളും തിരുമേനി പറഞ്ഞതുപോലെ പൂർത്തിയാക്കിയതല്ലേ? ദോഷങ്ങളെല്ലാം ഒഴിവായിരുന്നു അല്ലേ പറഞ്ഞത്? എന്നിട്ടും എന്താ ഇങ്ങനെ? അത് പിന്നെ സുമിത്രേ, ഭഗവാൻ ഓരോ നേരവും പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് മുമ്പിലേക്ക് വെച്ച് നീട്ടില്ലേ? അങ്ങനെ ഒന്നായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഈശ്വര, ഗാഥമോൾക്ക് എന്തെങ്കിലും ചിന്തിക്കുന്നത് എനിക്കത് മനസ്സിൽ സ്വപ്നം കണ്ട് നോക്കാൻ പോലും പറ്റുന്നില്ല. ഈ വിവരം നവീൻ അറിഞ്ഞാൽ അവനിത് എങ്ങനെ സഹിക്കും? അവനിതിന് ഒരിക്കലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അതെ, തൽക്കാലം നവീനോടിത് പറയണ്ട. പൂജകൾ നടന്നല്ലേ പറ്റൂ. നമ്മുടെ ഗാഥമോൾക്ക് ഒന്നും പറ്റില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവളെ ദൈവങ്ങൾ അനുഗ്രഹിച്ചതാ. പൂജകൾ പൂർത്തിയാക്കി അടുത്ത ദിവസം പകൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് മുമ്പിൽ നടന്നതെല്ലാം ഒരു ദുസ്വപ്നം പോലെ നമ്മൾ മറന്നു കളയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ മുത്തശ്ശി സങ്കടപ്പെടുക. ഇതൊക്കെ കേൾക്കുന്നതും നിർമ്മലക്കോ കീർത്തിക്ക് സന്തോഷമാകണേ. എടി മോളെ, അങ്ങനെ അവസാനം കാത്തുകാത്തിരുന്ന് നമുക്കൊരു നല്ല വാർത്ത വീണ് കിട്ടിയിരിക്കുക. ഇത്തവണ എന്താണെങ്കിലും ഗാഥയുടെ മരണം ഉറപ്പ് തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് നിർമ്മലയും കീർത്തിയും ഉദയനും കൂടി ഒരു കറുത്ത തുണിയെടുത്ത് ഒരു മരക്കമ്പിൽ കെട്ടി നാഗപഞ്ചമി ദിവസത്തെ ആ ഒരു പൂജയുടെ മറ്റു കാര്യങ്ങളുണ്ടല്ലോ അത് നവീൻ അറിയിക്കാൻ വേണ്ടി തന്നെ ഓരോന്ന് കാട്ടിക്കൂട്ടുവാണ്. നവീൻ വരുന്നത് കാണുന്നതും കീർത്തി പറയണേ, അമ്മേ നമുക്കിത് മുറ്റത്തെ ആ മരത്തിൻ്റെ അവിടെ തന്നെ തൂക്കാം. അപ്പോൾ ആൾക്കാർക്കെല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റുമല്ലോ. അവിടെ വേണ്ട, നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി എല്ലാവർക്കും കാണുന്ന രീതിയിൽ തന്നെ വെക്കണം. എന്നാലല്ലേ ആൾക്കാർക്ക് കൃത്യമായിട്ട് വരാൻ പറ്റൂ. ഈ സമയം നവീൻ അങ്ങോട്ടേക്ക് വരിക. എന്തായി നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്തിനാ ഈ കൊടിയൊക്കെ കിട്ടുന്നത്? ഇതെന്തിനാണ് കിട്ടുന്നത് നിനക്കറിയില്ലേ? ഇതിപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. നാളെ രാവിലെ ഇതൊന്നും ചെയ്യാൻ ചിലപ്പോൾ സമയമുണ്ടാവില്ല. എല്ലാവരും മനസ്സ് കൈവിട്ട് നിൽക്കുമായിരിക്കില്ലേ? ഈ സമയം മുത്തശ്ശിയും സുമിത്രയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം നവീൻ വീണ്ടും ചോദിക്കണേ, ഇതൊക്കെ എന്തിനാണെന്നല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഓ, അത് പിന്നെ അപ്പം നീയൊന്നും അറിഞ്ഞില്ലേ അല്ലേ? എന്താണെങ്കിലും ഞങ്ങളായിട്ട് ഇനിയൊന്നും പറയുന്നില്ല. ദേ വരുന്നല്ലോ അമ്മയായിട്ടെത്തി. രണ്ടുപേരോടും തന്നെ ചോദിക്ക്. നിന്നോട് പറയാതെ രണ്ടുപേരും മറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഈ കാര്യം അറിഞ്ഞു. അതുകൊണ്ടെന്നാ നിനക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ നിൽക്കേണ്ടി വന്നാണ് നിനക്ക്. ഓ, നിങ്ങൾ എന്താ കാര്യം എന്ന് പറയോ? ദേ നിൽക്കുന്നു നിൻ്റെ അമ്മയും മുത്തശ്ശിയും. നിനക്ക് നേരിട്ടങ്ങ് ചോദിച്ചൂടെ? അമ്മേ മുത്തശ്ശി, എന്താ ഇവർ ഈ പറയുന്നത്? എന്തിനാ ഇവർ ഈ കാര്യം കൂടി കേട്ടാൻ പോകുന്നത്? നാളെയുടെ എന്തോ മരണം സംഭവിക്കുന്നാണല്ലോ ഇവർ പറയുന്നത്. അന്നേരം സുമിത്രയും മുത്തശ്ശിയുമാണെങ്കിൽ എന്ത് പറയുമെന്നറിയാതെ ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും കൃഷ്ണ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ പ്രശ്നം? അന്നേരം നവീൻ പറഞ്ഞേ, ഇവിടെ കരിങ്കൊടിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക. നാളെ ഇവിടെ ഒന്നും മരണം സംഭവിക്കുമെന്ന് പോലും മുത്തശ്ശിയോട് അമ്മയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും പറയുന്നില്ല. അന്നേരം കൃഷ്ണ പറയണേ, ഓ അതാണോ കാര്യം? നാളെ ഇവിടെ മരണം സംഭവിക്കാൻ പോകുന്നത് എനിക്കാണ്. എനിക്ക് മരണഭയമുണ്ട്. നാഗപഞ്ചമി ദിവസത്തെ പൂജ പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലേ ഞാൻ മരണപ്പെടുമെന്നാണ് തിരുമേനി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കിതിലൊരു പേടിയില്ല. നവീൻ അറിയാലോ ഞാൻ പൂജകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് പൂജകളെല്ലാം പൂർത്തിയാക്കുന്നതെന്ന്. നാളത്തെ പൂജ ഞാൻ ഭംഗിയായിട്ട് പൂർത്തിയാക്കും. എനിക്കൊരു കുഴപ്പവും വരില്ല. എടോ ഗാഥ, തനിക്ക് ദൈവത്തിലുള്ള വിശ്വാസവും പൂജകൾ ചെയ്യാനുള്ള ഇഷ്ടവും അതിലുള്ള ഭക്തിയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. എന്നാലും തൻ്റെ ജീവനൊരു ആപത്തെന്ന് കേൾക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് സമാധാനത്തോടിരിക്കാൻ പറ്റുന്നത്? മോനെ നവീൻ, തിരുമേനി പറഞ്ഞത് വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. അല്ലെങ്കിൽ തന്നെ പൂജ വഴിപാട് ഇതൊക്കെ കേട്ട് ഞാൻ മടുത്തു. എത്രയെന്ന് വിചാരിച്ചതൊക്കെ സഹിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് നവീൻ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്.
ഈ സമയം മുത്തശ്ശി നിർമ്മലോട് ഉദയനോടൊക്കെ ദേഷ്യപ്പെടണേ. തൃപ്തിയായല്ലോ നിങ്ങൾക്കിപ്പോൾ? അവനിപ്പോൾ ഈ കാര്യം അറിഞ്ഞ് മനസ്സ് തകർന്നിരിക്കുമായിരിക്കും. അവനിനി ഊണ് ഉറക്കം ഉണ്ടാവില്ല. ഇനി അവനുള്ള ഭക്ഷണവും കൂടി നിങ്ങൾക്ക് ഞാൻ വിളമ്പിത്തരാം. നിർമ്മലെ, ഇതൊക്കെ എടുത്ത് മാറ്റിവെക്ക്. ഞാൻ കൈ കഴുകിയിട്ട് വരാം. അമ്മതെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. നിർത്തടാ, നാളെ വലിയടാ നിങ്ങൾക്കൊന്നും. അങ്ങനെ പറഞ്ഞ് നിർമ്മലെ ഉദയനെ മാറ്റിയിട്ട് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് മോൾക്കുട്ടീനെ ഫോണിൽ വിളിക്കുന്ന കൃഷ്ണനെയാണ് കേട്ടോ. എന്താ കൃഷ്ണനെ, നീ അവിടെ നവീൻ്റെ കൂടെ കളരികൾ താമസിച്ച് നമ്മളെയൊക്കെ മറന്നു തുടങ്ങിയോ? മോൾക്കുട്ടി, ഇനി ഞാൻ അധികം നാളൊന്നും ഉണ്ടാവില്ല. നാളത്തോടെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. നീ എന്തൊക്കെയാണ് പറയുന്നത്? നാളെ ഇവിടെ ഒരു പൂജ നടക്കാൻ പോകുക. എൻ്റെ കൃഷ്ണേ, നിനക്ക് വേറെ പണിയില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി പൂജയും വഴിപാടൊക്കെ ചെയ്ത് നിൽക്കാൻ? നാളെ ഞാൻ പൂജ എടുക്കാൻ പോകുന്നത് മറ്റാർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടി തന്നെയാണ്. എൻ്റെ ജാതകത്തിലെ മരണഭയം ഉണ്ടെന്ന് തിരുമേനി പ്രവചിച്ചതാ. നാളത്തെ നാഗപഞ്ചമി ദിവസത്തെ പൂജ പൂർത്തിയാക്കി അടുത്ത ദിവസം പകൽ വെളിച്ചം വന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം അതോടെ തീർന്നു. ഞാൻ എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാകും. തൽക്കാലം നീ കാര്യങ്ങളൊന്നും അമ്മയെ അറിയിക്കേണ്ട. കൃഷ്ണേ, നീ എന്തൊക്കെയാണ് പറയുന്നത്? ദേ, ചുമ്മാ ഓരോ തിരുമേനികൾ ഇതുപോലെ പലതും പറയും. ഇതങ്ങനെയൊന്നുമല്ല. നാഗദൈവങ്ങളെ പൂജിക്കുന്ന സിദ്ധനായ തിരുമേനി തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് വിശ്വാസമാണ്. നാളത്തെ പൂജകൾ പൂർത്തിയായി പകൽ തെളിഞ്ഞറിയാം ഞാൻ ജീവനോടെ ഉണ്ടാകുമോ അതോ മരണപ്പെടുമോ എന്ന്. അങ്ങനെ കൃഷ്ണയുടെ വാക്കുകളൊക്കെ കേട്ട് ഞെട്ടലോടുകൂടി വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന മോളിക്കുട്ടിനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്